നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ പയ്യന്നൂരിൽ CPM BJP സംഘടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പെരുമ്പയിൽ 2 പേർക്ക് വെട്ടേറ്റു. കണ്ണൂരിൽ നാളെ BJP ഹർത്താൽ. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5 ദിവസം നിരോധനാജ്ഞ. കുവൈത്തിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ കലാഭവൻ മണിയിൽ നിന്ന് 181 ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ് പിടിച്ചെടുത്തു. 22 ക്യാരറ്റ് സ്വർണമെന്ന് കസ്റ്റംസ്. ഇരുമ്പുവളയിൽ സ്വർണം കെട്ടിയതെന്ന മണി. ഒമാനിൽ നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് തൽക്കാലം നികുതി ഈടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഒമാൻ ധനകാര്യമന്ത്രി. നികുതി ഈടാക്കൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം. സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിൽ തുടക്കം കുറിച്ച വേതന സംരക്ഷണ നിയമത്തിന്റെ 2ാം ഘട്ടം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ്. 2000-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഈ നിയമത്തിന്റെ കീഴിൽ വരും. ആണവ പദ്ധതിയുടെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മാനിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവേദ് ഷെരീഫ്. ഇറാൻ GCC ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും വിദേശകാര്യമന്ത്രി. UAE ദേശീയ ദിനാഘോഷ ഭാഗമായി രാജ്യമെങ്ങും ആഹ്ലാദപ്പൊലിമയിൽ. വിവിധ എമിറേറ്റുകളിലെ സാമൂഹിക സാമ്പത്തിക വികസന പദ്ധതികൾക്കായുള്ള 2000 കോടി ദിർഹത്തിന്റെ പദ്ധതികൾക്ക് UAE പ്രസിഡന്റ് അംഗീകാരം നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ RSS പ്രവർത്തകനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. പെരുമ്പയിലുണ്ടായ RSS CPM സംഘർഷത്തിനിടെയാണ് RSS കാര്യവാഹക് വിനോദ് കുമാർ കൊല്ലപ്പെട്ടത്. സംഘർഷത്തിൽ 2 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ നാളെ BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5 ദിവസം നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. KT ജയകൃഷ്ണൻ ബലിദാന ദിനത്തിൽ കരിവെള്ളൂർ മേഖലയിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് പയ്യന്നൂരിലും അക്രമവും കൊലപാതകവും നടന്നത്. കണ്ണൂരിൽ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിക്ക് പോയ ഒരു സംഘം BJP പ്രവർത്തകരെ ചീറ്റയിൽ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ പെരുമ്പയിൽ BJP പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും CPMന്റെ ഫ്ലക്സ് ബോർഡുകളും കൊടിമരങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ BJP പ്രവർത്തകരെ ആക്രമിച്ചു. സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിനോദ് കുമാറിനെ പിന്തുടർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. RSS പയ്യന്നൂർ ശാഖ കാര്യവാഹകാണ് കൊല്ലപ്പെട്ട വിനോദ് കുമാർ. സംഭവം നടന്ന് 1 മണിക്കൂറിന് ശേഷമാണ് വിനോദിന്റെ മൃതദേഹം സമീപത്തെ പാടത്തു നിന്നും പോലീസ് കണ്ടെടുത്തത്. സംഭവത്തിൽ കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി കണ്ണൂർ SP ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ KE വേണുഗോപാൽ അറിയിച്ചു. ഇതിപ്പോൾ മരിച്ചത് ഒരു RSS പ്രവർത്തകനായിട്ടുള്ള ഒരു വിനോദാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുകയാണ്. കൂടാതെ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിന്ന് കണ്ണൂർ ജയകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് പോയ ആൾക്കാരിൽപ്പെട്ട ആൾക്കാരാണ് പരിക്കേറ്റവരും. കണ്ണൂർ റേഞ്ച് AG സുരേഷ് ഷാജി പുരോഹിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ചു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP ജില്ലയിൽ നാളെ പകൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ. നിരാശരായ പാർട്ടി പ്രവർത്തകരെ പിടിച്ചു നിർത്താനായി CPM അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പ്ലീനത്തിൻ്റെ പരാജയം, അതിൽ നിരാശപ്പെടുന്ന പാർട്ടി പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അക്രമം അഴിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനെ ഇപ്പോൾ കൊലപ്പെടുത്തിയ സംഭവത്തെ ഞങ്ങൾ കാണുന്നത്. പയ്യന്നൂരിൽ BJP CPM സംഘർഷത്തെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടു. കണ്ണൂർ വീണ്ടും കുരുതിക്കളമാവുകയാണോ? ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ VV രാജേഷ് BJP വക്താവ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. VPP മുസ്തഫ CPMന്റെ കാസർഗോഡ് സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതുപോലെ TN പ്രകാശൻ സാഹിത്യകാരൻ, അതുപോലെ A സജീവൻ മാധ്യമപ്രവർത്തകൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം VV രാജേഷിലേക്ക്. VV രാജേഷ്, ഇന്നുണ്ടായ സംഭവം നിരന്തരമായി കണ്ണൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ സംഭവങ്ങളുടെ തുടർച്ചയല്ലേ? ചെറിയ സംഭവങ്ങളുടെ തുടർച്ച എന്നുള്ളതിനേക്കാൾ ഉപരി മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ദിവസം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് വച്ച് ചേർന്ന പ്ലീനം, ആ പ്ലീനത്തിൽ ആ പാർട്ടിയുടെ നേതാക്കന്മാർ നൽകിയ ഒരു പരസ്യമായ ആഹ്വാനത്തിൽ പ്രചോദിതരായ അവരുടെ അണികൾ ലക്കും ലഗാനുമില്ലാതെ തെരുവുയുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 1998 മുതൽ എല്ലാ വർഷവും ഡിസംബർ 1-ാം തീയതി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുവമോർച്ച BJP പ്രവർത്തകർ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, പരിപാടികൾ നടത്താറുണ്ട്. ഇന്ന് പയ്യന്നൂർ ഭാഗത്ത്, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ കരിവെള്ളൂർ ഭാഗത്തു നിന്നൊക്കെ
BJP പ്രവർത്തകർ കണ്ണൂരിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ ആ വാഹനങ്ങൾ 4-5 ജീപ്പുകൾ അവിടെ തടഞ്ഞിടുകയാണ് CPM. എന്ത് ചെയ്തിട്ടാണ്, എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒടുവിൽ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വന്ന വിഷമിച്ച പ്രവർത്തകർ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച സമയത്താണ് നേരത്തെ സംഘടിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്നവരും ക്രിമിനലുകളും വന്നിട്ട് അവിടെ ഒരു കുരുതിക്കളമാക്കി മാറ്റുകയും വിനോദിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് 6ഓളം പേർ വിവിധ ആശുപത്രിയിൽ തന്നെ പരിക്കേറ്റ് അക്രമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയ സംഭവങ്ങളുടെ തുടർച്ച എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന സമയത്ത് ആ പാർട്ടിയിൽ നിന്നും അണികൾ കൊഴിഞ്ഞു പോകുന്നു. ആ അണികളുടെ കൊഴിഞ്ഞുപോക്ക് അണികളെ ഭീഷണിപ്പെടുത്തി പാർട്ടി വിട്ടു പോയി കഴിഞ്ഞാൽ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഒരു അന്തരീക്ഷം പോലും വരുത്തിക്കൊണ്ട് അണികളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ മുഴുവൻ തന്നെ സമാധാന അന്തരീക്ഷം തകരുവാനുള്ള ഒരു സാഹചര്യത്തിന് മാർക്സിസ്റ്റ് പാർട്ടി മുൻകൈയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും മുൻകൈയെടുക്കണമെന്നാണ് BJPയുടെ അഭിപ്രായം. വി രാജേഷ്, തിരികെ എത്താം. TN പ്രകാശൻ സാഹിത്യകാരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ TN പ്രകാശൻ, കണ്ണൂർ ഏറെ നാളായി ശാന്തമായിരുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു പരിധിവരെ അറുതി വന്നതായി മലയാളികൾ കരുതിയിരുന്നു. വീണ്ടും കണ്ണൂർ ഇത്തരത്തിൽ കുരുതിക്കളമാവുകയാണോ? മാത്രമാണ് ഇതിന്റെ വിശദീകരണങ്ങൾ കേട്ടത്. ഞാൻ ചാനലുകൾ നേരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വിശദാംശങ്ങളൊന്നും കിട്ടിയില്ല. വിശദാംശങ്ങൾ ഒരു ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏത് പശ്ചാത്തലത്തിലാണ് അവിടെ ഇങ്ങനൊരു വളരെ മനുഷ്യരെ മുഴുവനും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളീയരെ, അതിലേറെ കണ്ണൂർ ജില്ലക്കാരെ മുഴുവനും ആകുലപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നത് വല്ലാതെ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. ആ ദുഃഖത്തിന് കാരണക്കാരായ ആരായാലും അവർ നടപടിക്ക് വിധേയരാകേണ്ടതാണ്, അല്ലെങ്കിൽ നിയമത്തിന് വിധേയരാകേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. മാത്രമല്ല, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂര് ഒരുപാട് ചോര വീണ് കളങ്കിതമായ ഒരു പ്രദേശമാണ്. അതിന്റെ പാപഭാരം എല്ലാ കണ്ണൂർക്കാരനും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ഖേദകരമായ കാര്യമാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ ചർച്ചയിൽ കേട്ട ഒരു കാര്യം വെച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറയുന്ന കേട്ടു പ്ലീനം പരാജയപ്പെട്ടു, അതിന്റെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് CPM വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഒരു നടപടിക്രമം കൈക്കൊണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം കൈക്കൊണ്ടത്. അതിനൊക്കെ ഒരുപാട് യുക്തിരാഹിത്യം കാണാൻ വേണ്ടി സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഭാഗം ചാരി എന്നിട്ട് പറയേണ്ട ഉത്തരവാദിത്വമൊന്നും എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എങ്കിലും പറയാനുള്ളൊരു കാര്യം, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഈ ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുമെന്ന് വിചാരിക്കാനുള്ള മണ്ടത്തരമൊന്നും ഏത് കണ്ണൂർക്കാരനും ഇല്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് അടിയൊഴുക്കുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് എന്റെ വിനീതമായ ഒരു അഭിപ്രായം, എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതിന് ഏതൊക്കെ പാർട്ടികളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, അവർ അടുത്ത ദിവസം തന്നെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് കണ്ണൂരിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിന്റെ പശ്ചാത്തലം അന്വേഷിക്കുകയും ഇനി ഒരിക്കലും സംഭവിക്കാതെ രീതിയിൽ ഇതിനെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഇത് പല ഘട്ടങ്ങളിലും. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. VPP മുസ്തഫ ചേരുന്നു കാസർഗോഡ് നിന്ന്. VPP മുസ്തഫ, ഇന്നുണ്ടായ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPM അക്രമ രാഷ്ട്രീയങ്ങളിലേക്ക് തിരിയുകയാണ് എന്നതിന്റെ സൂചനയാണെന്ന് BJP ആരോപിക്കുന്നു. എന്താണ് പ്രതികരണം? തീർച്ചയായിട്ടും ഒരു ജീവൻ അപഹരിക്കപ്പെട്ടതിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. എന്നാൽ പയ്യന്നൂരിൽ ഇന്ന് നടന്നിട്ടുള്ളത് ആസൂത്രിതമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടന്നിട്ടുള്ള ഒരു കൊലപാതകമോ അക്രമമോ ആയിരുന്നില്ല. എല്ലാ മാധ്യമങ്ങളും ഇന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വാർത്തയിൽ പറയുന്നത് BJPയുടെ ഒരു സംഘം അക്രമികൾ പയ്യന്നൂരിൽ പെരുമ്പ എന്ന് പറയുന്ന ദേശീയപാതയിലെ ജംഗ്ഷനിൽ ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിടുകയായിരുന്നു.
അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിച്ചു, മറ്റ് സ്ഥാപനങ്ങൾ ആക്രമിച്ചു, CPIMന്റെ ഓഫീസുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചു. ഏകപക്ഷീയമായി ഒരു സംഘം BJPയുടെ പ്രവർത്തകന്മാർ അക്രമം അഴിച്ചുവിട്ട് മണിക്കൂറുകളോളം അവിടെ അക്രമം അഴിച്ചുവിട്ടപ്പോഴാണ് പരിസരവാസികൾ ആ അക്രമം ചെറുക്കാൻ മുന്നോട്ട് വന്നത്. അതിന്റെ ഭാഗമായി ഇരു കൂട്ടരും പരസ്പരം കല്ലേറുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള സംഘർഷത്തിലാണ് യാദൃശ്ചികമായിട്ടാണ്, അല്ലാതെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടന്ന ഒരു കൊലപാതകമല്ല പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ യാദൃശ്ചികമായി BJP പ്രവർത്തകർ ഏകപക്ഷീയമായി അഴിച്ചുവിട്ട അക്രമത്തെ പരിസരവാസികൾ പ്രതിരോധിക്കാൻ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അങ്ങേയറ്റത്തെ ദാരുണമായ ഒരു സംഭവമാണ്. ഞാൻ ആവർത്തിക്കുന്ന, ഒരു ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമായ സംഗതിയാണ്. എന്നാൽ അതിനെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടി CPM അക്രമ രാഷ്ട്രീയത്തിലേക്ക് എന്നൊക്കെ പറയുന്നത് BJPയുടെ അപാരമായ തൊലിക്കെട്ടിയാണ്. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ 4 മൃഗീയമായ കൊലപാതകങ്ങളാണ് വളരെ ആസൂത്രിതമായി BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തിരുവനന്തപുരത്തെ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് ഇക്കഴിഞ്ഞ നവംബർ മാസം 5-ാം തീയതിയാണ് ആനറയിൽ ശ്രീ നാരായണൻ നായർ എന്ന് പറയുന്ന ഒരു CPIM പ്രവർത്തകനെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് അതിദാരുണമായി വെട്ടിക്കൊന്നത്. DYFI പ്രവർത്തകരായ SFI പ്രവർത്തകരായ അദ്ദേഹത്തിന്റെ മക്കളെ അന്വേഷിച്ചെത്തിയ ഒരു സംഘം അക്രമികൾ രാത്രിയിലാണ് വീട്ടിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു ഗൃഹനാഥനെ മക്കളുടെയും ഭാര്യയുടെയും മുമ്പിലിട്ട് ശ്രീ നാരായണൻ നായരെ വെട്ടിക്കൊന്നത്. അതുപോലെ തൃശൂർ ജില്ലയിൽ ശ്രീ ഫാസിൽ എന്ന് പറയുന്ന SFI പ്രവർത്തകനെ, സഖാവ് ഫാസിലിനെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലിട്ടാണ്, അകത്ത് ഉമ്മ നിസ്കാരപ്പായിൽ ഇരിക്കുമ്പോഴാണ് ഫാസിൽ എന്ന് പറയുന്ന SFI പ്രവർത്തകനെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലിട്ട് ഏകപക്ഷീയമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ദീപു എന്ന് പറയുന്ന DYFI പ്രവർത്തകനെ വളരെ മൃഗീയമായിട്ടാണ് തൊഴിലിടത്തിൽ വെച്ച് BJPയുടെ അക്രമ സംഘം കുത്തിക്കൊലപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ധനുവച്ചപുരം കോളേജിലെ SFI പ്രവർത്തകനായ സജിൻ ഷാഹുലിനെ ഒരു സംഘം അക്രമികൾ ബോംബെറിഞ്ഞ് അതിഭീകരമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഏകപക്ഷീയമായി ആസൂത്രണം ചെയ്ത് മാരകായുധങ്ങളുമായി വന്ന് വീട്ടിൽ കയറിയും കലാലയത്തിൽ കയറിയും തൊഴിലിടത്തിൽ വെച്ചും 4 CPIM പ്രവർത്തകരെ, അതിൽ 3 ഇളം പ്രായത്തിലുള്ള SFI DYFI പ്രവർത്തകരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഘത്തിന് എങ്ങനെയാണ് വളരെ യാദൃശ്ചികമായി, വളരെ ആക്സിഡന്റലി നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തെ ആസൂത്രിതമായി VPP മുസ്തഫ, ശരിയാണ്, കഴിഞ്ഞ 37 ദിവസത്തിനുള്ളിൽ 4 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ഈ കണക്ക് നിരത്തുന്നത് ഇപ്പോൾ ഉണ്ടായി കൊലപാതകത്തിനുള്ള ന്യായീകരണമായിട്ടാണോ? അല്ല, ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ഒരു ജീവൻ അപഹരിക്കപ്പെട്ടത് ഖേദകരമാണ്. പക്ഷെ അത് ആസൂത്രിതമായിട്ട് BJP നടത്തിയ 4 കൊലപാതകം പോലെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ BJP പ്രവർത്തകർ ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആ അക്രമത്തെ മണിക്കൂറുകളോളം തുടർന്നപ്പോൾ അവിടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് സ്വത്തുവകകളും ആക്രമിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പരിസരവാസികൾ ഒത്തുകൂടി ഈ അക്രമികളെ കല്ലെറിഞ്ഞോടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. VPP മുസ്തഫ, പാർട്ടി പ്ലീനത്തിൽ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പാർട്ടി പ്രതിരോധ സേന രൂപീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പ്രതിരോധ സേന രൂപീകരിക്കാനുള്ള ആഹ്വാനം അണികൾ ചെവിക്കൊണ്ടതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും BJP ആരോപിക്കുന്നുണ്ട്. അല്ല, BJPക്ക് അങ്ങനെ എന്തും പറയാം. യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവം എന്താ? BJP മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ 40 ദിവസത്തിനുള്ളിലെ BJP നടത്തിയ 4 കൊലപാതകങ്ങൾ മാത്രമല്ല, പാലക്കാട്ട് CPIMന്റെ ഈ പ്ലീനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് കേരളത്തിലെ ഭരണകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഗുണ്ടാ സംഘം 2 സഹോദരങ്ങളെ, ഒരു കുടുംബത്തിലെ ഏട്ടനെയും മനിയനെയും സഖാവ് ഹംസയെയും നൂറുദ്ദീനെയും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് കേരളത്തിലെ മുഖ്യ ഭരണകക്ഷിയാണ് കഴിഞ്ഞ തിരുവോണ നാളിൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതുപോലെ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 2-ാം തീയതി കാസർഗോഡ് തന്നെ മനോജ് എന്ന് പറയുന്ന DYFI പ്രവർത്തകനെ മുസ്ലിം ലീഗ് അക്രമികൾ ചവിട്ടിക്കൊല്ലുന്നത്. കഴിഞ്ഞ ഏതാനും 3-4 മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 1 ഡസനോളം CPIM പ്രവർത്തകരാണ് കേരളത്തിലെ ഭരണകക്ഷിയായ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അതുപോലെ RSS ഗുണ്ടകളുടെ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് വധിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് CPIM പ്രവർത്തകരുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ആലോചിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഒരു പ്രതിരോധ സേനയുണ്ടാക്കി കടന്നാക്രമണം നടത്തുക എന്നുള്ളതല്ല, ഒരു പ്രതിരോധ സേനയുണ്ടാക്കി നാട്ടിലാകെ അക്രമം അഴിച്ചുവിടുക എന്നുള്ളതല്ല. മറിച്ച്
ഭരണത്തിന്റെ തണലിൽ കേരളത്തിലെ മുഖ്യ ഭരണകക്ഷികളും അതുപോലെ തന്നെ BJPയും ഏകപക്ഷീയമായി കഴിഞ്ഞ 4 മാസങ്ങൾക്കിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോട്ടും തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെയായി ഒരു ഡസനോളം CPIM പ്രവർത്തകരെ, അതിന്റെ SFIയുടെ DYFIയുടെ പ്രവർത്തകരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരൊറ്റ സംഭവത്തിലും ഞങ്ങൾ ഒരു തിരിച്ചടിയും നടത്തിയിട്ടില്ലല്ലോ. ഈ 4 CPM പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഒരു സ്ഥലത്തും ഒരു RSS പ്രവർത്തകനും വി രാജേഷ്, ഇവിടെ VP മുസ്തഫ വാദിക്കുന്നത് സ്വന്തം പാർട്ടി അണികളെ മുൻപ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ 37 ദിവസത്തിനുള്ളിൽ 4 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. അതെല്ലാവരും തന്നെ RSSന്റെയോ BJPയുടെയോ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതിലൊന്നും CPM തിരിച്ചടിക്ക് മുതിർന്നിട്ടില്ല. ഇപ്പോൾ പാർട്ടി പ്രതിരോധ സേന ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെ കടന്നാക്രമണം ഉണ്ടാകുമ്പോൾ ചെറുക്കുക എന്ന ആഹ്വാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അക്രമ രാഷ്ട്രീയത്തിനുള്ള ആഹ്വാനമല്ല എന്നാണ് മുസ്തഫ പറയുന്നത്. അല്ല, ബഹുമാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ മുസ്തഫ ഇത്ര വലിയ ആവേശമൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല. കാരണം നാരായണൻ നായർ വെള്ളറട കൊല്ലപ്പെട്ടത് അവിടുത്തെ സഖാക്കന്മാരോട് ചോദിച്ചാൽ മതി. ബ്ലൈഡ് പലിശക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു ഔട്ട്കമായിട്ടാണ് നാരായണൻ നായരുടെ കൊലപാതകം ഉണ്ടായത്. നെയ്യാറ്റിങ്കര ഭാഗത്തെ കോൺഗ്രസ് നേതാക്കന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും കൂടെ ചേർന്നുകൊണ്ട് RSSന്റെയും BJPയുടെയും പ്രവർത്തകരെ പ്രതിയാക്കിയതാണ്. അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പിന്നെ 37 ദിവസത്തെ കണക്ക് മാത്രം നമുക്ക് ചർച്ച ചെയ്യേണ്ട. നമുക്കൊരു 10-40 വർഷത്തെ കണക്ക് ചർച്ച ചെയ്യാം. നമുക്ക് പരിമല കോളേജിൽ ചർച്ച ചെയ്യാം. നേരത്തെ വന്ന ധനുവച്ചോരം കോളേജിന് മുമ്പിൽ മുരുകാനന്ദൻ തലക്കടിച്ചു കൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സെൽവരാജ് അവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോഴേക്കും. അപ്പോൾ ഒരു 40 വർഷത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീ മുസ്തഫ തയ്യാറുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി ശക്തിയുള്ളിടത്ത് മാത്രമല്ല ഇന്ത്യയിൽ കൊലപാതകം നടക്കാറുള്ളൂ. ഞങ്ങൾ അക്കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രകാശ് കരാട്ടിനും സീതാറാം യെച്ചൂരിക്കും വെളിയിറങ്ങി നടക്കാൻ സാധിക്കുമോ? ഡൽഹിയിലിറങ്ങി മൂത്രമൊഴിക്കാൻ സാധിക്കുമോ അവർക്ക്? അപ്പോൾ ആ കണക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരു പതിവ്രത ചമയൊന്നും വേണ്ട. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അണികളെ വിളിച്ചിട്ട് സ്വയം പ്രതിരോധ സേന തീർത്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കൂ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല. ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ അവിടെ പാലക്കാടൊക്കെ സംഭവിച്ചെന്ന്. പാലക്കാട് ഞാൻ തറപ്പിച്ച് പറയാം, അടിവരയിട്ട് പറയാം, പാലക്കാട് പ്ലീനം കഴിഞ്ഞതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ അല്ലാതായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു. അത് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെയാണ്. കാരണം പാർട്ടി അവിടെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് സഖാക്കന്മാരും നേതാക്കന്മാരും കള്ളന്മാരാകുന്നു, കൊള്ളക്കാരാകുന്നു, കൊള്ളപ്പലിശക്കാരാകുന്നു, സുഖലോലുപന്മാരാകുന്നു, അതിൽ നിന്നെല്ലാം ഒരു തിരുത്തൽ വരണം, തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് രാത്രി 8:30 മണിക്കും 9 മണിക്കും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് ദേശാഭിമാനിയുടെ പത്രമാഫീസിൽ അവിടെ അച്ചടിക്കുന്നത് ചാക്ക് രാധാകൃഷ്ണന്റെ കോടിക്കണക്കിന് രൂപയും പ്രകാശൻ. ഇവിടെ രാഷ്ട്രീയ കക്ഷികളിലേക്ക് പുതിയ തലമുറ എത്തുന്നത് വളരെ കുറയുകയാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. അതായത് പാർട്ടി അണികളാവാൻ യുവാക്കൾ വിസമ്മതിക്കുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ അക്രമ രാഷ്ട്രീയത്തിനൊരു പങ്കുണ്ട്. ഇത്തരത്തിൽ അണികളെ കിട്ടാൻ വേണ്ടി പാർട്ടികൾ വിഷമിക്കുമ്പോൾ വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവണതയെ താങ്കൾ എങ്ങനെ കാണുന്നു? നിശ്ചയമായിട്ടും ഈ ഒരു കാര്യം വളരെ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറുപ്പക്കാര് പൊതുവെ മടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവരാരും തന്നെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പോയിട്ട് തങ്ങളുടെ ജീവിതം ഹോമിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടാത്ത ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായിട്ടുണ്ട്. അപ്പൊ ഏത് പാർട്ടിയും അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രമേ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കൊലപാതകം വരുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് ഏത് പാർട്ടി അതിന് കാരണക്കാരാകുമ്പോഴും ആ പാർട്ടിയോടുള്ള ആഭിമുഖ്യം കുറയുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വരുന്ന ഒരു നേതൃത്വം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു നേതൃത്വം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കൊലയ്ക്ക് ആഹ്വാനം കൊടുക്കാൻ ഒരിക്കലും തയ്യാറാകില്ല, അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ട് ഇത് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു കൊലപാതകമായിട്ട് മാത്രമേ ഇത് വരാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, CPM പാർട്ടി അണികൾക്കെതിരായ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ കരുതിയിരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. അതിനെ പാർട്ടി പ്രതിരോധ സേനയായി മറ്റു ചിലർ വായിച്ചെടുക്കുന്നു. CPM പോലുള്ള ഒരു പ്രസ്ഥാനം കണ്ണൂർ പോലുള്ള ജില്ലകളിലെങ്കിലും ഇത്തരത്തിൽ പ്രതിരോധ നടപടികളിലേക്ക് നീങ്ങുന്നത് ഭൂഷണമാണോ? അല്ല, ഒരു കാര്യം, എനിക്കിപ്പോഴേ ഈ പാർട്ടിയുടെ അടിയൊഴുക്കിനെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കാത്ത ഒരാളാണ് ഞാൻ. എങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ വളരെ ഏറെ ആഴത്തിൽ വേരുകളുള്ള ഒരു പാർട്ടിയാണ് കണ്ണൂർ ജില്ലയിൽ. എങ്കിലും ആഴത്തിൽ വേരുകളുള്ള ഒരു പാർട്ടിയാണ് CPM.
അതോടൊപ്പം തന്നെ കേരളത്തിലാകെ അങ്ങനെയുള്ള ഒരു പാർട്ടി സംവിധാനം അതിനുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടി ഈ പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി വേണ്ടുന്നത് ഈ പ്രീലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ജനസാമാന്യത്തെ മുഴുവനും തങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കുറെ കൂടി ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുമായിട്ട് ഇത് കൂട്ടിക്കുഴക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് വളരെ യാദൃച്ഛികമായി സംഭവിച്ചൊരു കാര്യം. ഇതിന്റെ വരുംവരായികളോ അല്ലെങ്കിൽ നേരത്തെ സംഭവിക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തിടത്തോളം എനിക്ക് ഒരു രാഷ്ട്രീയക്കാരന്റെ വാക്കുകളെ പോലെ ഏതെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. പകരം പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം ഇതാണ്: കണ്ണൂരില് ഇത് ഇനിയും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാര് ഏറെ ദുഃഖിതരായിരിക്കും. ഞങ്ങൾക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലായ്പ്പോഴും ഞങ്ങളുടെ ആത്മാവിനോട് തന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുമെന്നുള്ളതാണ്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ടി എൻ പ്രകാശ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്. ഇപ്പോൾ എ സജീവൻ മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ സജീവൻ, കണ്ണൂർ വീണ്ടും അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം ഇന്ന് ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധത്തിന്റെ വാർഷികമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു BJP പ്രവർത്തകൻ ഇന്ന് കൊല ചെയ്യപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. ഇത്തരം നിർണായക രാഷ്ട്രീയ സന്ധിയിൽ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് കണ്ണൂരിനെ വീണ്ടും കുരുതിക്കളമാക്കില്ലേ? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല കാണേണ്ടത്. കണ്ണൂർ കുറെ കാലമായിട്ട് ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിന് ഒക്കെ അപ്പുറത്തേക്ക് തലശ്ശേരിയുടെ ഒരു പഴയ ഭീകരമായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നിന് പിറകെ ഒന്നായിട്ട് രണ്ടു വിഭാഗക്കാരും പരസ്പരം വെട്ടിവീഴ്ത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭീകരതയിൽ നിന്നും കുറച്ചു കാലം മുക്തി നേടിയിട്ടാണ് അതിനുശേഷമാണ് ഈ ജയകൃഷ്ണൻ മാസ്റ്റർ വധം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് കുറെ കൊലപാതകങ്ങൾ അവിടെ നടന്നു. ഇതൊക്കെ അവിടെയുള്ള അവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം കൊലപാതകങ്ങളും അക്രമങ്ങളും. ഇത് രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും അവനവന് ഒരു പ്രശ്നം വരുമ്പോൾ അത് ഭീകരമായി വലുതായിട്ട് കാണിക്കുകയും അതേസമയം തങ്ങളുടെ അനുയായികളോ പ്രവർത്തകരോ ചെയ്യുന്ന ക്രൂരതകൾ മൂടിവെക്കുകയും അത് ചെറുതായി കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത എല്ലാ രാഷ്ട്രീയ കക്ഷികളും നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ CPM BJP സംഘർഷം ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്നതാണ് കണ്ണൂരിന്റെ ഏറ്റവും വലിയ തലവേദന. അത് എപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് വല്ലാതെ കത്തിപ്പിടിക്കും. മറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകർ മരിക്കുമ്പോൾ അല്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആളിപ്പടരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ ഇതിൽ വളരെ രൂക്ഷമായിട്ട് പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ജയകൃഷ്ണൻ മാസ്റ്റർ ജയകൃഷ്ണൻ മാസ്റ്ററുടെ മരണവുമായി ബന്ധപ്പെട്ട അതിന്റെ വാർഷികം ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിലേക്ക് പോകുന്ന ആളുകളുടെ വാഹനം തടയുകയും അവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതിന് CPM പ്രവർത്തകർ പറയുന്നത് അവരുടെ കൊടിയും തോരണങ്ങളും ഒക്കെ തകർത്തു. ഇത് എന്തായാലും ഇതിന് നിമിത്തമായ ചെറിയൊരു തീപ്പൊരിയെ ആളിക്കത്തിക്കുന്നതിൽ ഒരു മടിയും ഉണ്ടാവുന്നില്ല. ഇതൊക്കെ കൊലപാതകങ്ങൾ വന്നാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അതൊന്നും തങ്ങളെ ബാധിക്കും, ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമേ അല്ല എന്ന രീതിയിൽ രാഷ്ട്രീയക്കാർ പോകുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വമാണ്. പലപ്പോഴും ആദ്യഘട്ടത്തിൽ ഇത് ന്യായീകരിക്കുകയും ചിലർ മാത്രം അപലപിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനെ ശക്തമായ രീതിയിൽ എതിർത്തെങ്കിൽ മാത്രമേ കണ്ണൂരിനെ പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് എനിക്ക് തൊട്ട് മുമ്പേ സുഹൃത്ത് പറഞ്ഞതുപോലെ ജീവിക്കണം എന്നൊരാഗ്രഹം കണ്ണൂരുകാർക്കുണ്ട്. ഈ കണ്ണൂരുകാർക്ക് ജീവിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യുന്നൊരു കാര്യത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ പോകുന്നത്. വളരെയധികം നന്ദി. ദയവായി തുടരുക എ സജീവൻ. ശ്രീ VV രാജേഷ്, ക്ഷമിക്കണം, ശ്രീ VPP മുസ്തഫ, ഇവിടെ സജീവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ന് ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിന്റെ വാർഷികമാണ്. മറ്റൊന്ന്, ഇത് കണ്ണൂർ ജില്ലയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് രണ്ടുമാണ് ഈ കൊലപാതകത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ പെട്ടെന്ന് കെട്ടടങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇതിനെ നിയന്ത്രിക്കാൻ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് പലപ്പോഴും സാധിക്കാറുമില്ല. അതുതന്നെയാണ് ഇന്നത്തെ സംഭവത്തിന്റെ പ്രസക്തി. തീർച്ചയായിട്ടും ഇതിലൊരു കാര്യമെന്നുള്ളത് അങ്ങനെ ഒരു നിരന്തരമായ തുടർച്ചയായ ഒരു അക്രമം നടക്കുന്ന പ്രദേശമായിട്ട് കണ്ണൂർ ജില്ലയെ മാറ്റരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CPIM ആണ്. കാരണം നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം CPIM ആണ്. CPIMന് ആ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ നേരത്തെ പറഞ്ഞ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് തലശ്ശേരി, പാനൂർ പോലെ ചില മേഖലകളിൽ മാത്രമാണ്. അല്ലാതെ ആ ജില്ല മുഴുവനാകെ തുടർച്ചയായ അക്രമമോ കൊലപാതകങ്ങളോ നടന്നിട്ടില്ല.
എന്നാൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇന്ന് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജയകൃഷ്ണ മാസ്റ്റർ ദിനമാണ്, മറ്റ് പരിപാടികൾ നടക്കുന്നു, അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം. അവിടെ നിങ്ങൾ കാണേണ്ടത് BJP കണ്ണൂർ ജില്ലയിൽ വലിയ പ്രതിസന്ധിയിലാണ്. BJPയിലെ വലിയ വിഭാഗം BJPയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു. അവർ നമോ വിചാർ മഞ്ച് എന്നുള്ള പേരിൽ BJPയുടെ 3 മുൻ ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പേരുകേട്ട BJP നേതാക്കളുടെ പേരിൽ, ജനപിന്തുണയുള്ള BJP നേതാക്കളുടെ പേരിൽ നമോ വിചാർ മഞ്ച് രൂപീകരിച്ച് വലിയ വിമത പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിലൊരാളുടെ നേരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ശ്രീ PP കരുണാകരന്റെ തട്ടകമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് BJP കണ്ണൂർ ജില്ലയിൽ അകപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് യാതൊരു കാരണവുമില്ലാതെ, പയ്യന്നൂർ എന്ന് പറയുന്നത് ശ്രീ സജീവൻ പറഞ്ഞതുപോലെ തലശ്ശേരിയോ പാനൂരോ അല്ല, കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രശ്നവും പയ്യന്നൂരിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു കൊലപാതകവും ഒരു അക്രമ സംഭവവും ഒരു നേരിയ സംഘർഷം പോലും പയ്യന്നൂരിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള പയ്യന്നൂരിലാണ് ഇന്ന് യാദൃശ്ചികമായി ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ BJP അവരുടെ കണ്ണൂർ ജില്ലയിൽ അകപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ ഈ വിമത പ്രവർത്തനം, അത് BJPയിൽ ഉണ്ടാക്കിയ ആഭ്യന്തര പ്രശ്നം, അതിന്റെ ഭാഗമായിട്ട് പാനൂരിൽ BJPയുടെ നേതാവായിട്ടുള്ള OK വാസു ഉൾപ്പെടെയുള്ള ആളുകളെ BJPക്കാർ തന്നെ മൃഗീയമായി ആക്രമിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ BJP അകപ്പെട്ട ദാരുണമായ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഈ ജയകൃഷ്ണ മാസ്റ്ററുടെ ഈ വധദിവസത്തിന്റെ, കൊലപാതക ദിവസത്തിന്റെ വൈകാരികമായ ഒരു തലം ഉപയോഗിച്ചിട്ട് അവരുടെ അണികളാകെ ഇന്ന് നിറത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഏകപക്ഷീയമായി അക്രമം അഴിച്ചുപിടിക്കുകയായിരുന്നു. പയ്യന്നൂർ ഒരു രാഷ്ട്രീയ സംഘർഷവും ഇല്ലാത്ത മേഖലയാണ്. അത്തരമൊരു സ്ഥലത്താണ് BV രാജേഷ്, ഇന്ന് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ CPM-ന്റേതുൾപ്പെടെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നിൽ BJP പ്രവർത്തകരാണ്. ഈ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിക്ക് പോയ BJP പ്രവർത്തകരാണ് ആദ്യം അക്രമം അഴിച്ചുവിട്ടത്. അതിനെ ചെറുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ദാരുണമായി കൊലപാതകത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് CPM ആരോപിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മറുപടി പറയുമ്പോൾ എനിക്ക് മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെ ആനുപാതികമായിട്ടുള്ള സമയം കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്കും തരണമെന്ന് ഞാൻ ചർച്ചയിൽ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇവിടെ യാതൊരു അർത്ഥവുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. മറ്റൊന്ന്, നിങ്ങൾ സാഹിത്യ നായകൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരാളിനെ അവതരിപ്പിച്ചത് അദ്ദേഹത്തെ സാഹിത്യ നായകൻ എന്നല്ല, അദ്ദേഹത്തെ ഒരു CPM അനുഭാവി എന്ന് പറഞ്ഞിട്ട് ശ്രോതാക്കളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മെച്ചമെന്നും കൂടി അദ്ദേഹം ഇപ്പോൾ ചർച്ചയില്ലെങ്കിലും ഞാൻ അദ്ദേഹം ഇല്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ട് പറയുമ്പോഴേക്കും, അത് ഉള്ളവ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഘട്ടത്തിൽ CPM പോലുള്ള ഒരു സംഘടന ഇത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെയ്യാറ്റിൻകരത്ത് മറന്നുപോയി. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന് 22 ദിവസം മുമ്പാണ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെരഞ്ഞെടുപ്പൊന്നും ഒരു പ്രശ്നമല്ല. അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കും. ഇപ്പോൾ അവിടെ ചില കൊടിമരങ്ങളൊക്കെ നശിപ്പിച്ചതായിട്ട് വിഷ്വൽസിൽ കാണുന്നു എന്ന് പറയുന്നു. നേരത്തെ CPM-ന്റെ നേതാവ് പറഞ്ഞത് BJPക്കാർ തന്നെ സംഘടിച്ച് വന്നിട്ട് അവരെ കൂടെ വന്ന ഒരാളിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് അവർ പറഞ്ഞത്. ഇത് CPM-ന്റെ പാർട്ടി ക്ലാസ്സിൽ പറയാനും ദേശാഭിമാനി പത്രത്തിൽ അടിച്ചു വരാനും കൊള്ളാം. ജയകൃഷ്ണ മാസ്റ്റർ ബലിദാന ദിനം പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർ പയ്യന്നൂർ ജംഗ്ഷനിൽ വരുന്നു. അവരവിടെ ഇറങ്ങിയതിന് ശേഷം കൂടെ വന്ന ഒരാളിനെ പിടിച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇതാണ് അദ്ദേഹം അവതരിപ്പിച്ച ചിത്രം. ഇതൊന്നും ഒരു ചാനൽ ചർച്ചയിൽ നിന്നും പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്, അവിടെ പെരളം ചീറ്റ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ കാറ്റ് എങ്ങോട്ട് വീശണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയും. ആ പ്രദേശത്ത് നിന്നും 5 ജീപ്പിലും ഒരു ബസ്സിലുമായിട്ട് ചീറ്റ പ്രദേശത്ത് നിന്നും ആൾക്കാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ ഉൾപ്പെടുന്നവർ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചത് അറിഞ്ഞുകൊണ്ട് അവർ കണ്ണൂർ പട്ടണത്തിൽ എത്തരുത്, BJP സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗിക്കുന്ന വേദിയിൽ അവർ എത്തരുത് എന്ന് വെച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്തിട്ട് അവരെ പയ്യന്നൂരിൽ അവിടെ തടഞ്ഞു നിർത്തി. അവിടെ തടഞ്ഞു നിർത്തിയ സമയത്ത് ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു. ആ സമയത്താണ് നേരത്തെ ആസൂത്രണം ചെയ്ത രീതിയിലുള്ള അക്രമികൾ വന്നിട്ട് വിനോദിനെ കൊലപ്പെടുത്തുന്നത്. പരിക്കേറ്റ് ലക്ഷ്മണൻ ഇപ്പോൾ മംഗലാപുരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി അകപ്പെട്ടു പോയ പ്രതിസന്ധി ഇപ്പോൾ ഇന്ന് ഈ കൊലപാതകം വന്നില്ല എന്നിരിക്കട്ടെ, നാളെയൊക്കെ തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം പരാജയപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആ ചർച്ചയിൽ നിന്നും ചാനലുകളും പത്രമാധ്യമങ്ങളും അക്രമത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ അണികളെയെങ്കിലും പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്വരാജ് പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ പറഞ്ഞത്? DYFIയുടെ പ്രവർത്തനം കുറച്ച് പുറകോട്ട് പോയത് സാർവദേശീയമായിട്ട് ബാധിച്ച പ്രശ്നങ്ങൾ കേരളത്തിലെ DYFIയെ ബാധിച്ചു. അപ്പോൾ പിണറായി വിജയൻ തിരിച്ചെന്താ പറഞ്ഞത്? നീ എന്നെ സാർവദേശീയതയൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, പണി നടത്താൻ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. സകല പിന്തുണയും തന്നിട്ടും DYFI നിർജീവമായി പോയി എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വെച്ചിട്ട് പറയുന്നു.
ചാക്ക് രാധാകൃഷ്ണൻ ഇന്ന് വരെയും രാധാകൃഷ്ണന്റെ പടം കൊടുത്തിട്ടുള്ള ഒരു പരസ്യം ഞാൻ കണ്ടില്ല. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ സൂര്യന്റെ വട്ടം വരച്ചിട്ട് അതിനകത്ത് ചാക്ക് രാധാകൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. തലേ ദിവസം രാത്രി ആദർശ പ്രസംഗം നടത്തിയ പാർട്ടിക്ക് യാതൊരു ജീവിത ശുദ്ധിയും കാത്തു സൂക്ഷിക്കാത്ത, സ്വഭാവ ശുദ്ധിയും കാത്തു സൂക്ഷിക്കാത്ത മലബാർ സിമെന്റ്സിൽ കേവലം ചാക്ക് കോൺട്രാക്ട് എടുക്കുവാൻ വന്ന ചാക്ക് രാധാകൃഷ്ണൻ മാർക്സിസ്റ്റ് പാർട്ടിയെ വിലക്കെടുക്കുന്ന നിലയിലേക്ക് വളർന്ന ചാക്ക് രാധാകൃഷ്ണന്റെ പടവും അച്ചടിച്ച പത്രത്തിലെ ചിത്രവും വന്നതോടുകൂടി ആ പാർട്ടിയെ സ്നേഹിച്ചിരുന്ന മുഴുവൻ പേരും ആ പാർട്ടി വിടാൻ പോലും തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ ആ ചിന്താഗതിയിൽ നിന്ന് മാറ്റിയിട്ട് അക്രമത്തിലേക്ക് ചർച്ച കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ആ പാർട്ടി ഇത് ചെയ്ത് അതിനു വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ രാജേഷ് ആരോപിക്കുന്നത് പോലെ പാർട്ടി ആളെ കൂട്ടാൻ വേണ്ടി ഡിവൈഎഫ്ഐക്ക് ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടി അക്രമ മാർഗത്തിലേക്ക് തിരിയുകയാണോ CPM? ശ്രീ രാജേഷ് പറയുന്നത് ഞാൻ ഉന്നയിച്ച വിഷയത്തിന് അദ്ദേഹം വിശദീകരണം നൽകിയില്ലല്ലോ. കണ്ണൂർ ജില്ലയിൽ BJP പ്രതിസന്ധിയിലാണ്. അതിന്റെ 3 ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന തന്നെ അതിന് ബദലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീ രാജേഷ് പറയുന്നത് കേട്ടാൽ ശ്രീ രാജേഷ് പാലക്കാട്ട് CPMന്റെ പ്ലീനത്തിലെ പ്രതിനിധിയായിട്ട് അവിടുത്തെ ചർച്ചയും അവിടുത്തെ മറുപടിയും കേട്ടതുപോലെയല്ലേ സംസാരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഒരു BJP പ്രവർത്തകൻ CPMന്റെ പ്ലീനത്തിൽ പ്രതിനിധിയാവുന്നത്? അദ്ദേഹം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ആ പ്ലീനത്തിലെ പ്രതിനിധിയായിരുന്നയാളാണ്. യഥാർത്ഥത്തിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തി CPMനെ കേരളത്തിൽ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ പിന്തിരിപ്പന്മാരും കൂടി ശ്രമിച്ചതാണ്. എന്നാൽ അവരുടെ ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ച് ഈ പ്ലീനത്തോടുകൂടി CPIM പൂർവാധികമായി ശക്തി പ്രാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം CPIMനെ പിടികൂടിയിരുന്ന വിഭാഗീയതയെല്ലാം മാറിയിരിക്കുന്നു. അതിശക്തമായ തിരിച്ചുവരവ് CPIM ഈ പ്ലീനത്തോടു കൂടി നടത്തിയിരിക്കുന്നു. പ്ലീനം CPIMന് പുതിയ കരുത്തും ആവേശവും പകർന്നിരിക്കുന്നു എന്ന് കണ്ട വേവലാതിയിലാണ് പ്ലീനത്തിൽ പ്രതിനിധി പോലുമല്ലാത്ത BJPക്കാരൻ പ്ലീനം തകർന്നു, പ്ലീനം പരാജയമായി എന്നെല്ലാം പുലമ്പുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് പോലെ അക്രമ രാഷ്ട്രീയം നടത്തിയിട്ട് എവിടെയാ ഏത് പാർട്ടിയിൽ ആളെ കൂട്ടാൻ വേണ്ടി കഴിയുക? അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങൾ. എന്നാൽ BJP അത് വിശ്വസിക്കുന്നയാളാണ്. അക്രമവും കൊലപാതകവും നടത്തിയിട്ട് ആളെ കൂട്ടാം. അത് ഗുജറാത്തിൽ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. രാജേഷ്, താങ്കൾക്ക് പ്രതികരിക്കാം വളരെ ചുരുക്കി. ശ്രീ മുസ്തഫ, അദ്ദേഹം എന്തൊക്കെയാണ് CPMന്റെ വാർത്തകൾ അറിയാൻ വേണ്ടി CPM പ്ലീനത്തിൽ നിന്നും പങ്കെടുക്കല്ല. അതിനേക്കാൾ വളരെ മുമ്പേ ചൂടോറ വാർത്തകൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ കിട്ടും. താങ്കൾക്ക് നിഷേധിക്കാൻ വേണ്ടി സാധിക്കുമോ CPMന്റെ പ്ലീനത്തിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നില്ല എന്ന്? പിന്നെ കണ്ണൂരിലെ BJPയെ കുറിച്ച് പറഞ്ഞു പ്രതിസന്ധിയിലാണെന്ന്. BJPയുടെ കണ്ണൂരിലെ പ്രതിസന്ധിയെ കുറിച്ചല്ലേ താങ്കൾ പറഞ്ഞോളൂ. കേരളം മൊത്തം നിങ്ങളുടെ പാർട്ടി പ്രതിസന്ധിയല്ലേ? നിങ്ങളുടെ പാർട്ടി ദേശീയ തലത്തിൽ പ്രതിസന്ധി നേരിടുകയില്ലേ? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പരമാവധി MP-മാർ കേരളത്തിൽ നിന്നും ജയിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടി ദേശീയ പദവിയും ചിഹ്നവും നഷ്ടപ്പെടും. ആ പാർട്ടി രൂപീകരിച്ചിട്ട് 90 വർഷമായല്ലോ. കേരളത്തിലും പശ്ചിമ ബംഗാളിലും അല്ലാതെ പഞ്ചായത്ത് ദേശീയ പദവി നഷ്ടപ്പെട്ടു. ക്ഷമിക്കണം, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ശ്രീ A. സജീവ്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഈ പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ്. ഇത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്കാണോ കേരളത്തെ നയിക്കുന്നത്? തീർച്ചയായിട്ടും ഇത്തരമൊരു ഘട്ടത്തിലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു മരണം സംഭവിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ പാർട്ടികളുടെ നിലനിൽപ്പും അവർ നേരിടുന്ന പ്രതിസന്ധിയും അത് മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന ചില തന്ത്രങ്ങളുമാണ് എന്ന രീതിയിൽ പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ഈ പാർട്ടികൾ തമ്മിൽ നടത്തുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾക്കുണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ വേവലാതിയും ഭീതിയും ഒക്കെയുണ്ട്. ഒരുപക്ഷെ ഈ കൊല്ലപ്പെട്ട വിനോദ് കുമാർ ഒരു തരത്തിലുള്ള അക്രമത്തിലും വെട്ടാളായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു പ്രശ്നം വരും. ഇത് ഏത് പാർട്ടി CPMന്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് ഒരു കുടുംബം തകർന്നു പോകുന്ന അവസ്ഥയാണ് ഒരു കൊലപാതകത്തിലൂടെ നടക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്പരം വാദിച്ച് ജയിക്കാം. പരസ്പരം ചർച്ചകളിലൂടെ വിവാദങ്ങളിലൂടെ പരസ്പരം പറഞ്ഞോ തർക്കിച്ചോ ഒക്കെ അവർക്ക് ജയിക്കാനും തോൽക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെ അവർക്ക് ബലപരീക്ഷണം നടത്താം. ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യജീവൻ ബലികൊടുത്തുകൊണ്ടുള്ള ഈ പോരാട്ടം, അതിലൂടെയുള്ള ഒരു ശരിക്കും യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശത്രു സംഹാര മനോഭാവം ഇവരൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. സത്യത്തിൽ ഇപ്പോഴും ഈ സംഭവം ഉണ്ടായിട്ടും എല്ലാ പാർട്ടികളെയും ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പരസ്പരം പഴിചാരുകയല്ലാതെ ഇത്തരമൊരു സംഭവം ഇനിയെങ്കിലും ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? അത് മരിച്ചത് BJPക്കാരനാണോ CPMകാരനാണോ എന്നുള്ളത് അതൊന്നുമല്ല പ്രശ്നം. ഇത് എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ല.
വളരെയധികം നന്ദി ശ്രീ എ സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അതുപോലെ VPP മുസ്തഫ, VV രാജേഷ്, വളരെയധികം നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടി. ന്യൂസ് 1 മീഡിയ ഇടവേളയിലേക്ക്. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും ആഹ്ലാദ പൊലിമയിൽ. തദ്ദേശീയ ജനതയ്ക്കൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം കൂടി കൈകോർത്തതോടെ എല്ലാ എമിറേറ്റുകളിലും ആഘോഷ പരിപാടികൾ സജീവമാണ്. നാളെയാണ് UAEയുടെ ദേശീയ ദിനം. ദുബൈ ഡൗൺ ടൗണിൽ നടന്ന നാഷണൽ ഡേ പരേഡിൽ ആയിരങ്ങൾ അണിനിരന്നു. UAE പതാകകളുമേന്തി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും പരേഡിനെത്തി. അറബ് സംസ്കാരവും UAE തനിമയും പ്രതിഫലിപ്പിക്കുന്ന പരിപാടികളും പരേഡിന് പൊലിമ പകർന്നു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ സമൂഹം തനത് കലാപരിപാടികളുമായാണ് UAE നാഷണൽ ഡേ പരേഡിൽ അണിചേർന്നത്. ചെണ്ടമേളവും തിരുവാതിരക്കളിയും ഒക്കെ ചേർന്നതോടെ പരേഡിന് എല്ലാ അർത്ഥത്തിലും ഒരു മലയാളി ടച്ചും കൈവന്നു. UAE പരേഡിൽ ഇത്രയേറെ മലയാളി പങ്കാളിത്തം ഉണ്ടാകുന്നതും ഇതാദ്യമാണ്. മീഡിയ 1 ദുബൈ. വിവിധ എമിറേറ്റുകളിലെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള 2000 കോടി ദിർഹത്തിന്റെ പദ്ധതികൾക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകി. 42ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പദ്ധതികൾക്ക് അനുമതി നൽകിയത്. സായിദ് ഭവന പദ്ധതി പ്രകാരമുള്ള സഹായം 5 ലക്ഷം ദിർഹത്തിൽ നിന്ന് 8 ലക്ഷം ദിർഹമായി ഉയർത്തി. രാജ്യത്തെ ജനങ്ങളെയും ഭരണാധികാരികളെയും ഷെയ്ഖ് ഖലീഫ അഭിനന്ദിച്ചു. 2020 വേൾഡ് എക്സ്പോ നേടിയ ഭരണാധികാരികളെയും ജനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്തിന് എന്നും ഓർക്കാവുന്ന നേട്ടം സമ്മാനിച്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെയും ഷെയ്ഖ് ഖലീഫ അഭിനന്ദിച്ചു. 2 വർഷത്തെ അക്ഷീണ പ്രയത്നത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായാണ് എക്സ്പോ രാജ്യത്തിന് ലഭിച്ചത്. ദേശീയ ദിനത്തിന് മുന്നോടിയായി എക്സ്പോ നേടാനായതിൽ രാജ്യം ഏറെ ആഹ്ലാദിക്കുന്നു. ജനങ്ങൾക്ക് നീതിയും സുരക്ഷയും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന രാജ്യം ഒരുക്കിത്തന്ന രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെയും മറ്റ് പ്രമുഖ ഭരണാധികാരികളുടെയും ഉൾക്കാഴ്ചയോടെയുള്ള പ്രവർത്തനം വീണ്ടും ഓർക്കുന്നതിനുള്ള സന്ദർഭമാണ് ഡിസംബർ 2 നൽകുന്നത്. മീഡിയ 1 ദുബായ്. UAEയുടെ 42ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് UAE ദേശീയ പതാകയുടെ നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊണ്ട് അബുദാബിയിൽ ഉണ്ടാക്കിയ UAEയുടെ ഭൂപടം കൗതുകമാവുന്നു. അബുദാബി മദീനത്ത് സായിദിലെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് വ്യത്യസ്തമായ മാപ്പുണ്ടാക്കി ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരുന്നത്. 75 കിലോ വീതം ഓസ്ട്രേലിയൻ വെള്ള സവാളയും പച്ചയും ചുമപ്പും നിറത്തിലുള്ള ക്യാപ്സിക്കവും 60 കിലോ ഒമാൻ പ്ലംസും ഉപയോഗിച്ചാണ് ഈ വ്യത്യസ്ത ഭൂപടം തീർത്തത്. 10 തൊഴിലാളികൾ 6 മണിക്കൂറുകൾ സമയമെടുത്ത് നിർമ്മിച്ച ഭൂപടം ലുലു മാളിന്റെ പ്രധാന കവാടത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആണവ പദ്ധതിയുടെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ മാനിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവേദ് ഷെരീഫ്. ഇറാൻ GCC ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കുവൈത്തിൽ പറഞ്ഞു. തന്റെ പ്രഥമ കുവൈത്ത് സന്ദർശനത്തിനിടെ കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ സബാഹുമായി ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവേദ് ഷെരീഫ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത്. മേഖലയിലെ ഇതര രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിഘാതമായതൊന്നും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. സിറിയൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഉലച്ചിൽ തട്ടിയിരുന്ന GCC ഇറാൻ ബന്ധത്തിൽ സഹകരണത്തിന്റെ പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവന. പോയ വാരം ജനീവയിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ആണവ ഉടമ്പടി GCC രാജ്യങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. കുവൈത്ത് സന്ദർശന ശേഷം ഒമാനിലേക്ക് യാത്ര തിരിക്കുന്ന മുഹമ്മദ് ജാവേദ് ഷെരീഫ് വൈകാതെ സൗദി അറേബ്യ സന്ദർശിക്കുമെന്നും അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാനിൽ നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് തൽക്കാലം നികുതി ഈടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഒമാൻ ധനകാര്യമന്ത്രി ദർവേഷ് ഇസ്മായിൽ അൽ ബലൂഷി അറിയിച്ചു. ഷൂറ കൗൺസിൽ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. വിപുലമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഈടാക്കാൻ കഴിയൂ എന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ഷിനോജ് ശംസുദ്ദീൻ ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി ഒമാനിൽ നിന്ന്. ഷിനോജ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം? ഒമാനിലെ പ്രവാസികളെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി ദർവേഷ് ഇസ്മായിൽ അൽ ബലൂഷി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നുള്ളൊരു മൂലധന ശോഷണമായിട്ട് കാണാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. കാരണം നാട്ടിലേക്ക് അയക്കുന്ന പണത്തിനേക്കാൾ അതിനേക്കാൾ വലിയൊരു തുക നിക്ഷേപമായി പലപ്പോഴും പ്രവാസികളുടേതായി ഒമാനിലേക്ക് വരുന്നുണ്ട്. അവരുടെ അധ്വാനത്തെയും പലപ്പോഴും ഈ നിക്ഷേപത്തിന്റെ ലാഭവുമാണ് നാട്ടിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് അതിന് നികുതി ഏർപ്പെടുത്തുന്നതിന് മുമ്പ് വലിയൊരു ചർച്ച വളരെ പല കോണുകളിൽ നിന്നുള്ളൊരു ചർച്ച വേണ്ടി വരും. അതിനുശേഷമേ ഇത് നടപ്പാക്കാൻ കഴിയൂ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ നടപ്പാക്കുന്ന ബജറ്റിൽ എന്തായാലും ഇത്തരം ഒരു നികുതി ഉണ്ടാവില്ലെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു നിർദ്ദേശം ഉണ്ടായിരുന്നത് പ്രകൃതിവാതകത്തിന് ഇതുപോലെ ഇത് നൽകണമെന്ന് നികുതി ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതും
പുതിയ ബഡ്ജറ്റിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകിയത് ഷിനോജ് ഷംസുദ്ദീൻ മസ്കത്തിൽ നിന്ന്. സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിൽ തുടക്കം കുറിച്ച വേതന സംരക്ഷണ നിയമത്തിന്റെ 2ാം ഘട്ടം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് അറിയിച്ചു. ഇതോടെ 2000-ന് മുകളിൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഈ നിയമത്തിന്റെ കീഴിൽ വരും. സെപ്റ്റംബർ 1-ന് ആരംഭിച്ച വേതന സംരക്ഷണ നിയമത്തിന്റെ 1ാം ഘട്ടം 3000-ന് മേൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലും രാജ്യത്തെ സ്വകാര്യ സ്കൂളുകളിലുമായിരുന്നു ഇതുവരെ നടപ്പാക്കിയിരുന്നത്. എന്നാൽ പ്രസ്തുത നിയമം ഇന്നു മുതൽ 2000 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് കൂടി ബാധകമാകും. തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലും തൊഴിൽ കരാറിൽ കാണിച്ചിട്ടുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി യഥാസമയം തന്നെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. പുതിയ നിയമപ്രകാരം തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ. തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ പ്രത്യേക അപേക്ഷാ ഫോമിൽ തങ്ങളുടെ തൊഴിലാളികളുടെ പൂർണ്ണ വിവരങ്ങളും അവരുടെ ശമ്പളം നൽകിയ വിവരങ്ങളും തൊഴിലുടമ നൽകേണ്ടതായി വരും. ഈ വിവരങ്ങൾ ഓരോ മാസവും പുതുക്കുകയും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അവ ഓൺലൈൻ വഴി തന്നെ തിരുത്തുകയും ചെയ്യണം. ഇതുവഴി സ്ഥാപനങ്ങൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം നേരത്തെ തൊഴിൽ മന്ത്രാലയത്തിന് നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് തന്നെയാണെന്ന് മന്ത്രാലയത്തിന് നിരീക്ഷിക്കാൻ സാധിക്കും. 3 മാസത്തിൽ കൂടുതൽ തങ്ങളുടെ തൊഴിലാളികളുടെ വിവരങ്ങൾ പുതുക്കാതിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം പിഴ ചുമത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലാളികൾക്ക് സ്ഥാപനങ്ങളുടെ അനുമതി ഇല്ലാതെ തന്നെ പുതിയ സ്പോൺസറിലേക്ക് മാറാൻ സാധിക്കും. യഥാസമയം വേതനം ലഭിക്കാതെ വരികയോ വേതനം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ആധികാരിക രേഖയായി ബാങ്ക് അക്കൗണ്ട് രേഖകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പുതിയ നിയമം മൂലം തൊഴിലാളികൾക്ക് സാധിക്കും. 200-ന് മുകളിൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ അടുത്ത വർഷം ജൂലൈ 5 മുതലും 100-ന് മുകളിൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ ഒക്ടോബർ 6 മുതലുമായിരിക്കും വേതന സംരക്ഷണ നിയമം നടപ്പിൽ വരിക. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. പ്രവാസത്തെയും പ്രവാസ ലോകത്തെയും സ്വാധീനിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള പരിപാടി പ്രൊഫൈൽ. അറബ് ലോകത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകനാണ് ഖാലിദ് അൽ മഈന. ആംഗല മാധ്യമപ്രവർത്തനത്തിലൂടെ അറബ് ലോകത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള ക്രിയാത്മക നടപടികളാണ് ഈ മാധ്യമപ്രവർത്തകനെ വേറിട്ട് നിർത്തുന്നത്. അറബ് ലോകത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകനാണ് ഖാലിദ് അൽ മഈന. ആംഗല മാധ്യമപ്രവർത്തനത്തിലൂടെ അറബ് ലോകത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള ക്രിയാത്മക നടപടികളാണ് ഈ പത്രപ്രവർത്തകനെ വേറിട്ട് നിർത്തുന്ന ഘടകം. സൗദി ഗസറ്റ് എന്ന പ്രമുഖ പത്രത്തിന്റെ എഡിറ്റർ ഇൻ ചീഫാണ് ഖാലിദ് അൽ മഈന ഇപ്പോൾ. We are highlighting so many things. We are highlighting the issue of the labor issue. There are so many expatriates here. The nitaqat issue. We are highlighting women's issue, children's issue. But being an English language paper in an Arabic speaking country, we do try to focus on the plight of the workers, on bad sponsors, on so many issues that the workers are not even getting their salaries. We do write these things and we point these things to them. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ പത്രങ്ങളിൽ ഖാലിദ് അൽ മഈനയുടെ കോളം പതിവാണ്. സൗദി ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്താൻ അവസരം ലഭിച്ച ചുരുക്കം ചില മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് ഖാലിദ് അൽ മഈന. സൗദി ഉൾപ്പെടെ അറബ് ഐഡന്റിറ്റിയെ നിരാകരിക്കാൻ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ നടത്തുന്ന നീക്കത്തോട് തന്റെ എതിർപ്പ് തുറന്നു പറയാനും ഈ പത്രപ്രവർത്തകൻ മടിക്കുന്നില്ല. അറബ് സമസ്യകൾ യഥാവിധി നോക്കിക്കാണുന്നതിൽ പടിഞ്ഞാറൻ സമൂഹം അങ്ങേയറ്റം പരാജയപ്പെടുന്നതായും അദ്ദേഹം പറയുന്നു. ഇന്ത്യയോട് ഉള്ളിൽ അങ്ങേയറ്റം ആദരവ് പുലർത്തുന്നു ഈ അറബ് പത്രപ്രവർത്തകൻ. പല ഇന്ത്യൻ നേതാക്കളുമായും അടുത്ത ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു. സൗദിയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെക്കുറിച്ചും നല്ലത് മാത്രമേ പറയാനുള്ളൂ ഖാലിദിന്. The relationship between India and Saudi Arabia has been historical. From over the centuries, Indians have been coming for Hajj pilgrimage, then for business, and there has been no root problem between us and India. ലോകമെങ്ങും സാമൂഹിക മാറ്റത്തിന് പാതയൊരുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നു. MC നാസർ, മീഡിയ 1. 2 മാസമായി റിയാദിൽ നടന്നുവരുന്ന 7ാമത് കേളി ഫുട്ബോൾ ടൂർണമെന്റിൽ സജിലി ഗ്രൂപ്പ് റിയാദ് സോക്കർ വിജയികളായി. ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഷൂട്ടേഴ്സ് കേരളയെ പരാജയപ്പെടുത്തിയാണ് റിയാദ് സോക്കർ ABC കാർഗോ കപ്പ് നേടിയത്. നിരവധി പ്രവാസികളാണ് കളി കാണാൻ നസ്രിയ അല്ലാസിബ സ്റ്റേഡിയത്തിലെത്തിയത്. ഷൂട്ടേഴ്സ് കേരളയുടെ മികച്ച മുന്നേറ്റത്തോടെയാണ് കളി തുടങ്ങിയത്. മികച്ച മുന്നേറ്റങ്ങൾ ഇരുഭാഗത്തുനിന്നുണ്ടായെങ്കിലും ഇരുകൂട്ടർക്കും ഗോൾ നേടാനായില്ല. കളിയുടെ 24-ാം മിനിറ്റിൽ ഷിഹാബാണ് റിയാദ് സോക്കറിന്റെ ആദ്യ ഗോൾ നേടിയത്. ഫൗൾ കിക്ക് ഹെഡറിലൂടെ ഗോളാക്കുകയായിരുന്നു. 2ാം പകുതിയുടെ 19-ാം മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ പിറന്നത്. നജീബ് നൽകിയ പാസ് നൌഷാദ് വലയിലെത്തിച്ചു.
രണ്ടാം പകുതിയിൽ ഷൂട്ടേഴ്സ് മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും ഗോൾ മാത്രം പിറന്നില്ല. റിയാദ് സോക്കറിന്റെ നാണിയാണ് ടൂർണമെന്റിലെ താരം. ടൂർണമെന്റിലെ മികച്ച അച്ചടക്കമുള്ള ടീമിനുള്ള ഫെയർ പ്ലേ അവാർഡ് യൂത്ത് ഇന്ത്യക്ക് ലഭിച്ചു. വിജയികൾക്ക് സൗദി യൂത്ത് വെൽഫെയർ റീജിയണൽ ഡയറക്ടർ ഖാലിദ് അൽ സീദ് ട്രോഫികൾ വിതരണം ചെയ്തു. നിരവധി പ്രവാസി സംഘടനാ നേതാക്കളും വ്യവസായ പ്രമുഖരും സമാപന ചടങ്ങിൽ പങ്കെടുത്തു. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ഇന്ത്യയിൽ സ്ത്രീകളുടെ വിവാഹപ്രായം 18 നീക്കം ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ ജുബൈയിൽ പറഞ്ഞു. വിവാഹകാര്യങ്ങളിൽ ഇസ്ലാമിക നിയമപ്രകാരം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപേ നിലവിലുണ്ടായിരുന്നു. വിവാഹപ്രായത്തിന്റെ കാര്യത്തിലും അത് ബാധകമാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവാഹപ്രായങ്ങളും ലൈംഗിക അവകാശങ്ങളും എന്ന തലക്കെട്ടിൽ UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ സംഘടിപ്പിച്ച തുറന്ന സംവാദത്തെക്കുറിച്ച് അറിയിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മാപ്പിളകലകളും സാഹിത്യരചനകളും ഉൾപ്പെടുത്തിയുള്ള റിസാല സ്റ്റഡി സർക്കിൾ UAEയുടെ നാഷണൽ സാഹിത്യോത്സവ് ഡിസംബർ 6 നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. UAEയുടെ 8 സോണുകളിൽ നിന്നായി 450-ലധികം സാഹിത്യ പ്രതിഭകൾ പങ്കെടുക്കും. എമിറേറ്റ്സ് റൈറ്റേഴ്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഇബ്രാഹിം അൽ ഹാഷ്മി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.